തിരുവനന്തപുരം വർക്കലയിൽ വീടിന് മുന്നിൽ റോഡിൽ ലഹരി ഉപയോഗിച്ച ശേഷം ബഹളം വെച്ചത് ചോദ്യം ചെയ്തതിന് വീട് കയറി ആക്രമണം. വർക്കല ചാവടിമുക്ക് സ്വദേശി ജോളി, ഷാജി എന്നിവരുടെ വീടിന് നേരെയും വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നേരെയുമാണ് ആക്രമണം ഉണ്ടായത്. രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. വന്ന് മതിലയാടി എൻ്റെ ബൈക്ക്, സ്കൂട്ടി, എൻ്റെ വേറൊരു ബൈക്ക് മൂന്നിലും അടിച്ചു പൊട്ടിച്ച് ഞാൻ 2-3 ഗേറ്റ് തുറന്ന് വെളിയിറങ്ങിയപ്പോഴത്തേക്ക് ഇവൻ ഗേറ്റ് മതിലയാടി പോയി. ഞാൻ കൂടെ പോയിട്ട് കിട്ടിയില്ല. പോലീസ് പരാതി കൊടുത്ത് പോലീസ് 1 മണി 12 വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് പോയി. വണ്ടി ചെക്ക് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് പോയി. അറിയാം ഇവിടെ അടുത്തുള്ള വീടും അറിയാം. എൻ്റെ മാർക്കമാണ് ഇത്. ഇതിപ്പം രാവിലെ വന്ന് ഞാൻ എണീച്ച് നോക്കിയപ്പോൾ എൻ്റെ വണ്ടി അടിച്ച് പൊളിച്ചിട്ടേക്കുന്നു. ഇവിടെ അടുത്തുള്ളവനാണ്, അടിക്കുള്ളൂ, അവനെ അടിക്കുള്ളൂ. ഇതൊക്കെ പരാതി ഞാൻ എഴുതിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നു വർക്കലയിൽ നിന്ന്. അഭിലാഷ്, കഴിഞ്ഞ രാത്രിയിലാണ്, അർദ്ധരാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വർക്കല ചാവടിമുക്ക് പ്രദേശം കേന്ദ്രീകരിച്ച് ഒരു ലഹരി മാഫിയ പിടിമുറുക്കുകയാണോ? എന്താണ് കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചത്? ഈ പ്രദേശത്ത് ലഹരി മാഫിയകളുടെ സാന്നിധ്യം സംബന്ധിച്ച പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇത്തരത്തിൽ ഇന്നലെ ഈ കൃത്യം ചെയ്തു എന്ന് പരാതിപ്പെടുന്ന ആളും ഇത്തരത്തിൽ ഈ ലഹരി സംഘത്തിലുള്ള ആളാണെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇതിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടി ഈ ജോളി എന്ന വ്യക്തിയുടെ വീടിന്റെ സമീപത്തൊരു പലവ്യഞ്ജന കടയുണ്ടായിരുന്നു. ഈ കടയുടെ മുന്നിൽ ലഹരി ഉപയോഗിച്ച ശേഷം നാട്ടുകാരെ അകാരണമായ അസഭ്യം വിളിക്കുകയായിരുന്നു ഒരാൾ. ഇയാളും ഈ പ്രദേശത്ത് തന്നെയുള്ള ആളായിരുന്നു. ഇയാളെ ജോളി പിന്തിരിപ്പിച്ച് അയക്കാൻ ശ്രമിക്കുകയും അതിനിടെ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സമയം ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളാണ് ഷാജി. ഈ സംഭവം രൂക്ഷമായതോടുകൂടി നാട്ടുകാരും ഈ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ ഈ ലഹരി ഉപയോഗിച്ചിരുന്ന അയാൾ പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ രാത്രി 12 മണിയോടെ ജോളിയുടെ വീട്ടിലേക്ക് എത്തി വീടിന്റെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന ബൈക്കുകളും സ്കൂട്ടിയും മാത്രമല്ല വീടിന്റെ സമീപത്തുണ്ടായിരുന്ന വാട്ടർ ടാങ്കിന്റെ പൈപ്പ് ഉൾപ്പെടെ നശിപ്പിക്കുകയുണ്ടായി. ഈ സംഭവം സമയത്ത് ശബ്ദം കേട്ട് പുറത്ത് ജോളി ഇറങ്ങിയപ്പോൾ ഇയാൾ മതിൽ ചാടി പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത്. എന്നാൽ വ്യക്തമായി ആളിനെ കണ്ടില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇയാൾ തന്നെ എന്നുള്ള സംശയത്തിലാണ് പോലീസ് ഇപ്പം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനുശേഷം പോലീസ് രാത്രി തന്നെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് അവിടെ നിന്നും മടങ്ങിയ ശേഷമാണ് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഷാജിയുടെ വീട്ടിലെത്തുകയും ഷാജിയുടെ വീട്ടിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ, അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായിരുന്നു, ആ ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് കൂടി അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയിട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇയാളെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ രാത്രിയിൽ ഈ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, പോലീസ് എത്തുന്നു. അതിനുശേഷമാണോ ഈ ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചത്, അതായത് വാഹനങ്ങൾ ഉൾപ്പെടെ തല്ലി തകർത്തത്? ഈ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആദ്യം ഇയാൾ എത്തി എന്ന് പറയുന്നത് ജോളിയുടെ വീട്ടിലാണ്. ജോളിയുടെ വീട്ടിലുണ്ടായിരുന്ന 3 വാഹനങ്ങളും വീട്ടിലെ പൈപ്പ് കണക്ഷനും അടിച്ച് പൊളിച്ച ശേഷമാണ് ഇയാൾ പുറത്തേക്ക് പോയത്. അതിനുശേഷമാണ് ജോളി തന്നെയാണ് വർക്കല പോലീസിൽ അയ്യൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. അയ്യൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തുകയും ഈ അക്രമി എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് സമീപത്ത് ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തതിനു ശേഷം ഈ സംഭവം നടന്ന ജോളിയുടെ വീട്ടിലെത്തി അവിടെ നിന്ന് മടങ്ങിയ ശേഷമാണ് ഷാജിയുടെ വീട്ടിൽ നേരെ ആക്രമണം ഉണ്ടായത്. ആ സമയം ഈ അക്രമി ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ കണ്ണിൽപ്പെടാതെ, നാട്ടുകാരുടെ കണ്ണിൽപ്പെടാതെ മറിഞ്ഞിരിക്കുകയായിരുന്നിരിക്കാം. എന്തായാലും അതിനുശേഷമാണ് ഈ ഷാജിയുടെ വീട്ടിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. തുടർന്ന് പോലീസ് ഭാഗത്താകെ രാവിലെയും ഇതുവരെയുമുള്ള പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇയാൾക്ക് ലഹരി സംഘങ്ങളുമായി നേരത്തെ തന്നെ ബന്ധമുണ്ടായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തിയെക്കുറിച്ച് ഈ റെയിൽവേ സ്റ്റേഷനും വർക്കല ടൗണിലും ഉൾപ്പെടെ പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തി വരികയാണ്. വ്യക്തമാണ്. അഭിലാഷാണ് വർക്കലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ കഴിഞ്ഞ രാത്രിയിലാണ് ലഹരി സംഘങ്ങളുടെ ആക്രമണം വീടിന് നേരെ ഉണ്ടായത്. വാഹനങ്ങൾ ഉൾപ്പെടെ തല്ലി തകർത്തിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.